കിസ്മത്ത് രചന ദിയ വി കെ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പിന്നെയും പിന്നെയും കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവൾ എന്ത് വിചാരിക്കും? ഞാനൊരു ശല്യമായി തോന്നിയാലോ? വേണ്ട, അവൾ എന്നെ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് അവൾ എത്ര വേണമെങ്കിലും സ്നേഹിക്കാമല്ലോ. എന്റെ പ്രണയം അതെന്റെ മാത്രം സ്വകാര്യമായിരിക്കട്ടെ. ഇനിയെല്ലാം വിധി പോലെ വരട്ടെ. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ഫോൺ റിങ് ചെയ്ത്. എടുത്തു നോക്കിയപ്പോൾ പാറുവാണ്. മോളെ, നീ എവിടെയാ? ഹോസ്റ്റലെത്തിയോ? ക്ലാസ് കഴിഞ്ഞോ ഇന്നത്തെ? എൻ്റെ പൊന്നെ ആച്ചുമാ, ഇങ്ങനെ എല്ലാം കൂടെ ഒറ്റ ശ്വാസത്തിൽ ചോദിക്കാതെ പതുക്കെ ഓരോന്നോരോന്നായി ചോദിക്കേ. അത് പിന്നെ മോളെ, ഈ നേരത്തെ നീ വിളിക്കാറില്ലല്ലോ, അതുകൊണ്ട് ക്യൂരിയസിറ്റി ഇത്തിരി കൂടിപ്പോയി. അല്ല, നീ എവിടെയാ? വാഹനത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. റോഡിൽ പിന്നെ വാഹനങ്ങളുടെ എല്ലാം ട്രെയിനാണോ പോവാൻ വണ്ടി? ആച്ചുമ 4 ദിവസം കോളേജ് ലീവാ, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് ഇല്ലേ, ഡയാന, അവളുടെ പപ്പ ബാംഗ്ലൂർ വന്നിരുന്നു. അപ്പോൾ അവളും ഞാനും പപ്പയും കൂടെ പോകുന്നു. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറിയതാ. ആച്ചൂസേ, നീ വരുന്ന വീട്ടിലേക്ക്? അത് ചോദിക്കാൻ വിളിച്ചാടാ. നിനക്കറിയില്ലേ മോളെ കാര്യങ്ങൾ. ഞാനിപ്പോൾ വന്നാൽ ശരിയാവില്ല. പപ്പയെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. ബട്ട് ആ നാട്ടിലേക്ക് ആലോത്തുന്നത് ഇനി നമ്മുടെ വീട് സ്വന്താക്കിയതിന് ശേഷം മാത്രം. എന്നാലും അങ്ങോട്ട് വന്നാലോ? 2 ദിവസം ആച്ചുവിൻ്റെ അടുത്ത് നിന്നിട്ട് പോവാം. വരട്ടെ മുത്തേ? എനിക്ക് മനസ്സിലായി എന്തിനുള്ള പുറപ്പാടാണെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഒപ്പിച്ചൊന്നും മറന്നിട്ടില്ലല്ലോ. കുരുത്തക്കേട് ഒപ്പിക്കലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. കേട്ടോടി കാന്താരി, എൻ്റെ ആച്ചുവാണേ സത്യം. വേണ്ട വേണ്ട, എൻ്റെ തലയിപ്പോടെ നിന്നോട്ടെ. കള്ളസത്യം ചെയ്ത് അതിനെന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ. അതിന് മറുപടി ഒരു പൊട്ടിച്ചിരിയായിരുന്നു. വേഗം ഇങ്ങ് എത്താൻ നോക്ക്. 8 മണിയാകുമ്പോഴേക്കും എത്തൂലേ മോളെ? എത്തു ആച്ചു. എൻ്റെ ആച്ചുട്ടി എനിക്ക് വേണ്ടി സ്പെഷ്യൽ ചപ്പാത്തിയും ചിക്കൻ കടയും റെഡിയായി കിട്ടോ. നല്ല വിശപ്പുണ്ട്. ഓക്കെ മോളെ, എത്താറാകുമ്പോൾ വിളിക്ക്. ബൈ. ചുണ്ടിൽ വന്ന മന്ദാസത്തോടെ ഞാൻ വണ്ടിയെടുത്ത് ഷോപ്പിൽ പോയി വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു. റൂമിൽ വന്നപ്പോൾ നിത്യയും ശോശാമയും പൊരിഞ്ഞ പബ്ജികളിയില്ല. അവരോട് പാറു വരുന്ന കാര്യം പറഞ്ഞു നിത്യ ചാടി എണീറ്റു. സത്യം? അയ്യട അയ്യമ്മ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടാൻ തുടങ്ങി. അവർ 3 പേരും നല്ല കൂട്ടാണ്. ഞാൻ ജയിച്ചേ. ഹാദിയാണ്. അത് കള്ളക്കളി, ഞാൻ ഇട്ടേച്ച് പോയതാണല്ലോ. ഇല്ലേ കാണായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. റൂൾ ഇസ് റൂൾ. വേഗം എടുക്കും മിഠായി. അയ്യണ, ഇത്തിരി പൊളിക്കും, കളിച്ച് ജയിക്കണം, എന്നാലും തരുള്ളൂ. 10 പൈസയുടെ മിഠായിക്ക് പോത്തുപോലത്തെ 2 അടികൂടുന്ന കണ്ട് 2നെയും തലക്ക് 2 കിഴിക്കൊടുത്ത് ഞാൻ കിച്ചണിൽ പോയി. ഇനി പാറു കൂടി വന്നാൽ ഈ വീട് തലതിരിച്ചു വെക്കും. ഫ്രഷായി അവൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ കച്ചർ ടീംസും എന്റെ കൂടെ കൂടി. ഞങ്ങൾ തമാശയും കാര്യങ്ങളുമായി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. പാറു വരുന്നതുകൊണ്ട് അവൾക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾ അവിടെയും കാത്തിരിപ്പായി. 8 മണി ആവാറായപ്പോൾ ഞാൻ സ്കൂട്ടിയുമായി ബൈപ്പാസ് ജംഗ്ഷനിൽ പോയി. എറണാകുളമാണ് അവർക്ക് പോവേണ്ടത്. കാലിക്കറ്റ് റൂട്ടായതുകൊണ്ട് അവളിവിടെ രാമനാട്ടിൽ ഇറക്കാമെന്ന് അവർ പറഞ്ഞിരുന്നു. ഞാൻ ജംഗ്ഷനിൽ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. 10 മിനിറ്റ് ആയപ്പോഴേക്കും അവരെത്തി. ആച്ചുമാ, പാറു ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചു. ഞാനവൾ ഉമ്മോടുക്കലും കെട്ടിപ്പിടുത്തൊക്കെ ആകെ ബഹളം. അതെ, ഇവിടെ ഒരാൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടെന്നൊരു ബോധം പോലില്ല രണ്ടിനും. ഞാൻ പോവാ. പാറുവിനെ ഭദ്രായി കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. തമാശ ചേർന്ന പരിഭവത്തോടെ ഡയാന പറഞ്ഞു. സോറി മോളെ, പെട്ടെന്ന് കണ്ട ആവേശത്തിൽ മോളുടെ കാര്യം വിട്ടുപോയി. വളരെ ഉപകാരം ഇവളിവിടെ എത്തിച്ചെന്നതിന്. ഡയാനോട് അവളുടെ പപ്പയോടും താങ്ക്സ് പറഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. അവിടെ എത്തുവോളം വാടക്കാതെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ. റൂമിലേക്ക് കയറിയപാട് വെടിപൊട്ടുന്ന ശബ്ദത്തിലൊരു അലർച്ച. ആ ഒറ്റകൾ രണ്ടും പാറുവിനെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയതാ. ഇതൊക്കെ എന്ത് എന്ന ഭാഗത്തിൽ ഒരു കുലുക്കമില്ല അകത്തേക്ക് കയറി പോകുന്ന പാറുവിനെ കണ്ടപ്പോൾ രണ്ടും ചമ്മി മുഖത്തോട് മുഖം നോക്കി ഇളിച്ചു. മുന്നോട്ട് നടന്നുകൊണ്ടിരുന്ന പാറു പെട്ടെന്ന് തിരിഞ്ഞെന്ന് ഇവരുടെ നേരെ ഒരു ചാട്ടം. അത് തീരെ പ്രതീക്ഷിക്കാതിരുന്നവർ ഞെട്ടിപ്പോയി. ഡി കാന്താരി, ഇനി ഞാൻ കാണിച്ചിരാടി. ഞെട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോൾ നിത്യ പാറുവിനെ പിടിക്കാനായി ഓടി. ശോശാമ നിൽപ്പ് തന്നെ. ഡി ശോശാമ വടിയായെന്ന് തോന്നേ, ഒരനക്കമില്ലല്ലോ. ഓടുന്നതിനിടയിൽ പാറു ആദിയുടെ അടുത്തേക്ക് പോയി പറഞ്ഞു. പടച്ചോനെ, പണി പാളിയോ? ഞങ്ങൾ 3 പേരും കൂടെ അവളെ അടുത്ത് പോയി കുലുക്കി വിളിച്ചു. എല്ലാരെയും പറ്റിച്ചേ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഊള കോമഡി കോറസ് പോലെ ഞങ്ങൾ 3 ഒന്നിച്ച് പറഞ്ഞു. പിന്നെ അവിടെ ഒരു ചിരിയുടെ പൂരപ്പറമ്പായി. ഇവരുടെ കൂടെ കൂടുമ്പോൾ ഞാനും ആ പഴയ 20കാരിയായി പോവുകയാണ്. കളിയും തമാശകളുമായി എന്ത് രസമായിരുന്നു. ഇന്നെല്ലാം ഒരു നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ മാത്രം. ഇവിടുത്തെ ബഹളം കേട്ട് ആന്റിയും മോളും വന്നു. അങ്ങനെ കളിയും തല്ലും തള്ളുമായി നേരം പോയത് അറിഞ്ഞില്ല. വിശപ്പ് വന്ന് മുട്ടാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. മുത്തേ, എന്ത് ടേസ്റ്റാണ് ഈ ഫുഡ്. എത്ര ദിവസം ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചിട്ട്. നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം. എൻ്റെ ആച്ചുവിൻ്റെ ഫുഡ് കഴിക്കാൻ യോഗം നിങ്ങൾക്കായി പോയല്ലോ. അത് ശരിയാ, ഇത്തൂസിന്റെ ഭക്ഷണത്തിന് വല്ലാത്ത ടേസ്റ്റാ. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ ഇട്ട് പോകാത്ത. മതി പൊക്കിയത്, കഴിച്ചിട്ട് എല്ലാവരും കിടക്കാൻ നോക്ക്. നാളെ ക്ലാസ് ഉള്ളല്ലേ നിങ്ങൾക്ക്? അതിന് 6-3 ക്ലാസ്സിന്. ചില സാങ്കേതിക കാരണങ്ങൾ നാളെ ലീവ് എടുത്തിരിക്കുന്നു. ആച്ചു, നാളെ ലീവ് എടുക്കുക, നമുക്ക് ഫുൾ ഡേ കറങ്ങാൻ പോവാം. പ്ലീസ് ചക്കരെ, പ്ലീസ് ഡാ. നോക്കട്ടെ ലീവ് കിട്ടുമെന്ന്. എനിക്കറിയായിരുന്നു ഇവള് വന്ന് എന്നെ കൊണ്ട് ലീവ് എടുപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. എന്നാലും ഇവരുടെ ഇടയിൽ കുറച്ച് ജാടിയിട്ടതാ. ഇതോസെ പ്ലീസ്, ഒരു ദിവസത്തെ കാര്യമില്ലേ, നീ ഒന്ന് ലീവ് എടുക്ക്. ഓക്കെ ഡൺ. മോർ സംഘ ഹാപ്പി. രാത്രി ഞങ്ങൾ 2 ഒന്നിച്ചാണ് കിടന്ന്. ഞങ്ങൾ പഴയകാല ഓർമ്മകൾ ഓർത്ത് പറഞ്ഞും കരഞ്ഞും ആ രാത്രിയുടെ 3-ാം യാമത്തിൽ എപ്പോഴും ഉറങ്ങിപ്പോയി. പതിവിന് വിപരീതമായി ശോശാമയാണ് ഇന്ന് നേരത്തെ എഴുന്നേറ്റ്.
അവൾ നേരത്തെ എഴുന്നേറ്റാൽ പിന്നെ ബാക്കി ആരെയും ഉറങ്ങാൻ അവൾ സമ്മതിക്കില്ല. 5 മണിക്ക് തന്നെ തുടങ്ങി വെറുപ്പിക്കൽ. സഹിക്കാൻ കഴിയാതെ ഒടുക്കെ എല്ലാവരും എഴുന്നേറ്റു. ജോഗിങ് കഴിഞ്ഞ് എല്ലാവരും റൂമിലെത്തി ഫ്രഷായി. ഇന്ന് ആന്റിയുടെ വകയായിരുന്നു പ്രാതൽ. ഞങ്ങൾ അവിടെ പോയി ഫുഡ് കഴിച്ചു. എല്ലാവരും പുറത്തു പോകാൻ റെഡിയായി വന്നു. ഞങ്ങൾ 4 പേരുള്ളതിനാൽ ആന്റിയുടെ കാർ എടുക്കാൻ തീരുമാനിച്ചു. തിയേറ്ററായിരുന്നു ആദ്യ ലക്ഷ്യം. ടോവിനോയുടെ ആരാധകരാണ് 3. ഉച്ചവരെ ഫിലിം തിയേറ്ററിൽ, അത് കഴിഞ്ഞ് ഹൈലൈറ്റുമാണ്. അവിടുന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ചെറിയ ഷോപ്പിംഗ് നടത്തി തിരിച്ചു പോകാൻ നേരം അവരോട് ഗേറ്റിൽ നിൽക്കാൻ പറഞ്ഞു. ഞാൻ പാർക്കിങ്ങിലേക്ക് നടന്നു. ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ ആരോ ആയി കൂട്ടിയിടിച്ചു. ഞാനൊന്ന് കറങ്ങി പുറകിലോട്ട് വീഴാൻ പോയി. കണ്ണുകൾ ഇറുക്കി അടച്ചു. പെട്ടെന്ന് 2 കൈകൾ വന്ന് എന്റെ പുറകിലൂടെ താങ്ങി പിടിച്ചു. വയറിലൂടെ എന്തോ ഒരു വൈബ്രേഷൻ. പ്രിയപ്പെട്ട ആരോ അടുത്തു വന്ന പോലെ ഹാർട്ട് ശക്തിയായി മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട എന്തോ എന്നെ തേടി വന്നു. എന്റെ മനസ്സ് കിടന്ന് ഉറക്കെ പറയുന്നു. ഞാൻ പതിയെ കണ്ണുറന്ന് നോക്കി. പ്രണയം നിറഞ്ഞു നിൽക്കുന്ന 2 കണ്ണുകൾ. അവ എന്നോടെന്തോ കഥ പറയുന്നുണ്ട്. എന്റെ കണ്ണുകൾ അവന്റെ മുഖം മുഴുവൻ ഓടി നടന്നു. ചിരിക്കുമ്പോൾ തെളിയുന്ന നുണക്കുഴി കവിളുകളും വശ്യമായ ചുണ്ടുകളെല്ലാം ഞാൻ നിന്റേതാണ് നിന്നോട് വിളിച്ചു പറയുന്ന പോലെ. എത്ര സമയം അങ്ങനെ നിന്നു എന്നറിയില്ല. സ്ഥിരകാല ബോധം വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പിടഞ്ഞ് നേരെ നിന്ന് അവൻ നോയി പുഞ്ചിരിച്ചുകൊണ്ട് തൊട്ടു മുമ്പിൽ അവൻ. അന്ന് ഓഫീസിൽ വന്ന പയ്യൻ. ഒന്ന് നേരെ നോക്കി നടക്കേണ്ട പെണ്ണെ. അവന്റെ കുസൃതിയാൽ നിറഞ്ഞ വാക്കുകൾ എന്റെ കാതുകളിൽ വന്ന് തലോടി. അവനെ മൈൻഡ് ചെയ്യാതെ ഞാൻ കാറിനടുത്തേക്ക് നടന്നു. പെണ്ണെ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. എന്റെ സുബർഗത്തിലെ ഹൂറിയായി കൂടെ കൂട്ടിക്കോട്ടെ നിന്നെ. പുറകിൽ നിന്ന് അവൻ ഉറക്കി എന്നോട് വിളിച്ചു പറഞ്ഞു. ഒരു നിമിഷം ഞാൻ എന്നെ തന്നെ മറന്നു. പഴയ കുറെ ഓർമ്മകൾ എന്നിലേക്ക് ആർത്തലച്ചു വന്നു. സങ്കടവും ദേഷ്യവും എല്ലാം കൂടെ ഒന്നിച്ചു വന്നു. പെട്ടെന്ന് തന്നെ ഞാൻ കാൽ കയറി നല്ല സ്പീഡിൽ തന്നെ ഓടിച്ചു പോന്നു. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നിറഞ്ഞു വന്ന കണ്ണുമുഖവും അമർത്തി തുടച്ചു. അവരൊന്നും അറിയരുതെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ഇനി ബീച്ച് നല്ല മൊഞ്ചമാരെ കണ്ടിട്ട് കുറെ നാളായി, ഇന്നൊരു കലക്കണം നിത്യ പാറുവിനോട് പറഞ്ഞു. അവരുടെ കരവിലെ സംസാരത്താൽ എന്റെ സങ്കടം ഞാൻ അവിടെ കളഞ്ഞു. എന്നിരുന്നാലും എവിടെയോ ഒരു നീറ്റൽ അനുഭവപ്പെടുന്നുണ്ട്. നേരം സന്ധ്യയോട് അടുക്കാറായിട്ടുണ്ട്. അസ്തമയ സൂര്യനെ നോക്കി ഞാൻ ആ മണലിലിരുന്നു. അവർ തിരമാലകളോട് മത്സരിച്ചും കുസൃതി കാണിച്ചും ടൈം സ്പെൻഡ് ചെയ്തു. അച്ഛമ്മ, എനിക്കൊരു ഐസ്ക്രീം ആയി തരുമോ? കൊഞ്ചിക്കൊണ്ട് പാറുവെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചുകൊണ്ട് ഞാൻ എഴുന്നേറ്റു. റോഡ് സൈഡിൽ ഒരു ഷോപ്പുണ്ട്. അവിടേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് മുന്നിൽ തടസ്സം പോലെ അവൻ വന്ന് നിൽക്കുന്നത്. പടച്ചോനെ, ഇവര് എന്തിനുള്ള പുറപ്പാടാ? മനസ്സിൽ ദേഷ്യം പൊങ്ങി വരുന്നുണ്ടെങ്കിലും പബ്ലിക് സ്പേസ് ആയതുകൊണ്ട് മിണ്ടാ സൈഡിലൂടെ പോകാൻ തുനിഞ്ഞതും അവൻ വീണ്ടും മുന്നിൽ കയറി നിന്നു. തനിക്ക് എന്താണോ വേണ്ടത്? ഇങ്ങനെ ശല്യം ചെയ്യാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ തന്നോട് ചെയ്ത്? തനിക്കൊന്നും വീട്ടിൽ ആരുമില്ലേ? അറിയിക്കോളും ഓരോ മാരണങ്ങള്. പറഞ്ഞിത്തിരി ശബ്ദം കൂടി പോയെന്ന് തോന്നുന്നു. ആളുകളെല്ലാം തങ്ങളെ തുറച്ചു നോക്കുന്നുണ്ട്. അവനാകെ എന്തോ പോലെ തലയും താഴ്ത്തി നിൽക്കുന്നു. അവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടാൽ മതിയെന്ന ചിന്തയായിരുന്നു എനിക്കപ്പോൾ. ഞാൻ കാറിനടുത്തേക്ക് നടക്കുകയല്ല, ഓടുകയായിരുന്നു. ആച്ചുവിനോട് ചോക്കോബാർ മതി എന്ന് പറയാൻ വേണ്ടി അവളെ പിന്നാലെ ഓടി വന്നായിരുന്നു ഞാൻ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ സെബാ പർവീൻ എന്ന പാറു. അപ്പോഴാണ് ആച്ചു ആരോട് ചൂടായിക്കൊണ്ട് സംസാരിക്കുന്ന ദേഷ്യത്തോടെ പോകുന്നത് കണ്ടത്. എനിക്കത് ചൊറിഞ്ഞു വന്നു. എന്റെ ഇത്തേ വേദനിപ്പിച്ചവരെ വെറുതെ വിടാൻ തോന്നിയില്ല. ഞാൻ അവരെ നോക്കി. അവിടെ തറയും താഴ്ത്തിയ സങ്കടത്തോടെ നിൽക്കുന്ന ഒരു മൊഞ്ചനിക്ക, കൂടെ ഒരു മാക്രി. അവർ പോകാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ ഞാൻ ഉറക്കെ വിളിച്ചു. ഡേയ് ഇടുവാ. ചൂണ്ടുവിരൽ കൊണ്ട് വരാൻ ആംഗ്യം കാണിച്ച് ഞാൻ കൈകെട്ടിന്നു. ഒന്ന് പോടി നീർക്കോലി. കൂടെയുള്ള മാക്രിയാണ് പറഞ്ഞു. ആഹാ, അത്രക്കായോ? ഈ സെബയോടാണോ അവരുടെ വെല്ലുവിളി? കാണിച്ചു തരാം ഞാൻ ഓടി അവരുടെ മുമ്പിൽ കയറി കൈ നീട്ടി പിടിച്ച് നിന്നു. അവർ രണ്ടാളും എന്നെ തന്നെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. പാറു എന്നെ മൈൻഡ് ചെയ്യാതെ അവർ പോകാൻ തുനിഞ്ഞതും ഓടി അവരെ മുന്നിൽ കയറി 2 കൈ നീട്ടിപ്പിടിച്ച് നിന്നു. ഇനി തനിക്കെന്താ വേണ്ടത്? കൂടെയുള്ള മാക്രിയുടെയാണ് ചോദ്യം. താൻ പോടും. തന്നോടല്ല, എനിക്ക് ഇയാളോടെ ചോദിക്കാനുള്ളേ. താനെന്തിനാ എന്റെ ആശുവിനെ കരയിപ്പിച്ച്? അവള് ചോദിക്കാനും പറയാൻ ആരില്ലാന്ന് വിചാരിച്ചോ? ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? അവൾ ഇവനെ ടോർച്ചർ ചെയ്ത് വായിൽ തോന്നിക്ക് വിളിച്ചു പറഞ്ഞ പോയാൽ മതിയല്ലോ. അഹങ്കാരി. അവൾ ആരെന്ന് വിചാരം? ഡോ നിർത്തണോ പന്ന. ആണുങ്ങളായ കുറച്ച് അടക്കൊതുക്കൊക്കെ വേണം. ഇങ്ങനെ അഴിഞ്ഞാട് നടക്കരുത്. എന്തോന്ന് വായിൽ തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞതിനുള്ള പൊട്ടത്തരം മറച്ചു പിടിച്ച് പിന്നെ ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ഇയാളോടെ സംസാരിക്കാനുള്ളത്. ഇത്രയൊക്കെ കേട്ടിട്ട് ഇതെന്താ ഒന്നും ഇടാ കുന്തമിഴിയെ പോലെ നിൽക്കുന്നത്? തനിക്ക് ചെവിയിട്ടൂടെ? അതിന് മാത്രം ആ കുരിപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. സ്നേഹിക്കുന്നവരുടെ മനസ്സെ ഔട്ടിക്കൂട്ടി ഇങ്ങനെ പോകുന്നത് ശരിയില്ലെന്ന് അവിടെ ചെന്ന് പറഞ്ഞേക്ക്. അത് ശരി. അപ്പൊ ഇയാൾക്ക് ആച്ചുവിനോട് പ്രണയാണല്ലേ? അതുപോട്ടെ, താൻ സീരിയസ് ആണോ അതോ വെറും ടൈം പാസ് ആണോ? എന്റെ മനസ്സിൽ ഇതുവരെ ആരോടും തോന്നാത്തൊരു ഫീലിംഗ് അവളോട് തോന്നി. ജീവിതാവസാനം വരെ കൂടെ കൂട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനത് തുറന്നു പറഞ്ഞു. അവളുടെ മറുപടി എന്ത് തന്നെയായാലും സ്റ്റിൽ ഐ ലവ് ഹെർ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അവന്റെ ഓരോ വാക്കിലും ഐശുവിനോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുന്നതായി തോന്നി. തീർച്ചയായും ഐശുവിനെ രക്ഷിക്കാൻ ഇവന് സാധിക്കുമെന്ന് മനസ്സ് പറയുന്നു. അപ്പോഴേക്കും നിത്യ വന്ന് എന്നെ വിളിച്ചു. എടോ, ഞാൻ വിളിക്കാം, നമ്പറുണ്ടെ താ. അല്ലെ വേണ്ട, ദാ എന്റെ നമ്പര്, സംസാരിക്കാനുണ്ട്, വിളിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, ബൈ. തിരിച്ചു പോകുമ്പോൾ ഞാനാണ് ഡ്രൈവ് ചെയ്ത്. ഐശുവിനെ കൊടുത്താൽ ഓവർ സ്പീഡ് കാരണം എവിടെയും പോയി തട്ടി മെഡിക്കൽ കോളേജിലേക്കായിരിക്കും ആദ്യം പോവേണ്ടി വരിക. അത്രയ്ക്ക് സ്ട്രെസ് ഉണ്ട് ആ മുഖത്തും മനസ്സിലും. വീട്ടിലെത്തി എല്ലാവരും ടയേർഡായതുകൊണ്ട് വേഗം ഉറങ്ങി. വൈഷ്ണവിന് ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ട് ഈ മാസം 25-ന്.
അതിനുവേണ്ട ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ മാളിൽ പോയതായിരുന്നു. തിരിച്ചു വരുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഐഷാനെ കണ്ടത്. പെട്ടെന്ന് കണ്ട എക്സൈറ്റ്മെന്റിൽ എന്റെ മനസ്സിൽ അപ്പോഴുണ്ടായ ഫീലിങ്സ് ഞാൻ പോലും അറിയാതെ പുറത്തു വന്നു. അവൾ വണ്ടിയുമായി പോയ ശേഷമാണ് ശരിക്കും എനിക്ക് ബോധം വന്നത്. അവളോടൊരു സോറി പറയണം. ഞാൻ വേഗം വൈഷ്ണവിനെയും കൂട്ടി അവളുടെ പിന്നാലെ തന്നെ വിട്ടു. അവരുടെ കാർ ബീച്ച് വഴി പോകുന്ന കണ്ടു. കൂടെ വേറെ പിള്ളേരുണ്ട്. അതുകൊണ്ട് തന്നെ ഐഷാൻ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി അവൾ കാണാതെ, എന്നാൽ അവൾ എനിക്ക് കാണാവുന്ന ദൂരത്തിൽ ഞാൻ ഇരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഐഷ എഴുന്നേറ്റ് പോകുന്ന കണ്ട് വേഗം തന്നെ അവളുടെ മുമ്പിൽ ചെന്ന് നിന്നു. ഒരു സോറി പറയണം, അത്രേ വിചാരിച്ചുള്ളൂ. പക്ഷെ ആരെയും മയക്കുന്ന അവളുടെ ചാരക്കണ്ണുകളിലേക്ക് നോക്കും തോറും ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു. പെട്ടെന്ന് അവൾ എന്നോട് കടുപ്പത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. ഞാനാകെ വല്ലാണ്ടായി. ഒരിക്കലും അവളെ വേദനിപ്പിക്കണമെന്നോ ശല്യം ചെയ്യണമെന്നോ വിചാരിച്ച് ചെയ്തല്ല. വൈഷ്ണവ് ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്ന് ഞങ്ങൾ ആരോ വിളിച്ചത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പെൺകുട്ടി, ജീൻസും ടോപ്പുമാണ് വേഷം. ശരീരത്തിന്റെ പകുതിയോളം ഭാഗം നനഞ്ഞ് മണൽ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഇവളിതേത് വല്ല മത്സ്യന്യം വഴിതെറ്റി വന്നാവും. നീ വാ, നമുക്ക് പോവാം. വൈശു എന്നെയും പിടിച്ച് വീണ്ടും നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ ഓടി വന്ന് ഞങ്ങളുടെ മുമ്പിൽ നിന്നു. ഐഷയുടെ അനിയത്തിയാണെന്ന് തോന്നുന്നു. അവളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാത്തിനും വൈശു അവളോട് തർക്കിക്കുന്നുണ്ട്. ഒടുക്കുന്ന നമ്പരെന്ന് അവൾ പോയി. അല്ലെങ്കിൽ ആകെ ഡെസ്പായി നിൽക്കുന്ന ഞാൻ അവൾ പറഞ്ഞൊന്നും കേട്ടില്ലായിരുന്നു. വീട്ടിൽ വന്ന് സിറ്റോളിൽ പാത്തു നിൽപ്പുണ്ട്. പക്ഷെ ഒന്നും മിണ്ടാൻ തോന്നിയില്ല. നേരെ റൂമിൽ കയറി ബാൽക്കണിയിൽ വന്നു അവിടെയുള്ള സെറ്റിൽ നിന്ന് കണ്ണുകൾ അടച്ചു. ഐഷ മാത്രമാണ് മനസ്സിൽ. അവളുടെ ഓരോ വാക്കുകളും വീണ്ടും വീണ്ടും തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് മാത്രം അവൾ എൻ്റെ ആരാണ്? ഒറ്റയ്ക്ക് ഇരുന്ന് കരയാൻ മാത്രം എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയേ? പാത്തുവിനോട് പറയേ. വല്യമ്മയുടെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് ഞാൻ കണ്ണൂർ നോക്കി. ഒന്നില് പാത്തു, എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ കണ്ണ് നിറഞ്ഞ അത് എനിക്കിവിടെ ഈ നെഞ്ചിൽ അറിയാൻ പറ്റും. നിന്നെ ഇന്നൊന്നിലെയും കാണാൻ തുടങ്ങിയല്ലോ. എന്നോട് കളവ് പറയാൻ മാത്രം ഫാബ് വളർന്നിട്ടില്ല എന്ന് എൻ്റെ വിശ്വാസം. എനിക്കറിയാം, എൻ്റെ മുഖം ഒന്ന് വാടിയാ എൻ്റെ ഉമ്മയെക്കാളും പാത്തുവിനെ മനസ്സിലാവും. ഞാനുണ്ടായ സംഭവങ്ങളെല്ലാം പാത്തുവിനോട് പറഞ്ഞു. നിറഞ്ഞു വന്ന എൻ്റെ കണ്ണുകൾ തുടച്ച് എൻ്റെ നെറുകയിൽ ചുംബിച്ച് പാത്തു പറഞ്ഞു, സങ്കടപ്പെടേണ്ട, തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവള് നിന്നെ അർഹിക്കുന്നില്ലെന്ന് കരുതിയാൽ മതി. എല്ലാവർക്കും പടച്ച റബ്ബ് ഓരോ ഹൂർലിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ചിലരത് നേരത്തെ തിരിച്ചറിയുന്നു. നിനക്കുള്ള ബീവി ഇപ്പോഴും കാണാമറയത്തിരിക്കുന്നുണ്ടാവും. ശരിയാ, ഞാനിതിനെ സങ്കടപ്പെടണം. വീട്ടുകളെന്നും ഫെബിൽ സ്വയം മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഓരോ പ്രാവശ്യവും ആദ്യത്തിലും കൂടുതൽ അവൾ തെളിഞ്ഞു വരികയാണല്ലോ ദൈവമേ. അതിന് മാത്രം ഞാൻ അവളെ പ്രണയിക്കുന്നുണ്ടോ? എന്നാലും ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്കായിരുന്നു. ആ കൊച്ചിനെ എന്താ പറയാനുള്ളതെന്ന് അറിയാം. എന്റെ പൊന്നു വല്യമ്മ, ഏതെങ്കിലും ഒന്നിൽ ഉറച്ചേക്ക്. ഞാനിപ്പോ എന്താ വേണ്ടത്? ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കഴിഞ്ഞില്ലേ. ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക്. ഞാൻ പോവാ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.